വിദ്യാർത്ഥികൾ ഇത്രയും മനോഹരമായി സംഘടിച്ച് ജനാധിപത്യപരമായി സമാധാനപരമായി സംഘടിച്ച് പ്രതിഷേധിച്ചപ്പോൾ അവർ ആദ്യം പറഞ്ഞത് നമ്മൾ ദേശദ്രോഹികളാണെന്നാണ്. രണ്ടാമത് നമ്മൾ വിളിച്ചത് തീവ്രവാദികൾ എന്നാണ്. എന്നിട്ട് മൂന്നാമത് പറഞ്ഞതാണ് 5 വർഷം ഇന്റർനാഷണൽ റിലേഷൻസും പൊളിറ്റിക്കൽ സയൻസും പഠിച്ച എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നിയത് ഇത് അമേരിക്കയുടെ അജണ്ടയാണ്. അല്ല സുഹൃത്തെ, ഒരു കാര്യം ചോദിക്കട്ടെ, അമേരിക്ക എത്ര ബാരല്, എത്ര ലിറ്റർ, എത്ര പൗണ്ടിന് എവിടെ നിന്ന് വാങ്ങണമെന്ന് എഴുതി കൊടുത്താല് അത് ഇമ്പോസിഷൻ പോലെ എഴുതുന്ന ഒരു ഗവൺമെന്റിനെയാണ് ഫിഫ വേൾഡ് കപ്പിന് ഫോട്ടോ എടുക്കാൻ കൂടെ നിൽക്കാൻ സങ്കടപ്പെട്ടിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ എന്റെ പൊന്നു സുഹൃത്തെ, വല്ലപ്പോഴും കുറച്ച് ആ വാട്സപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് 2 അക്ഷരം ബുക്ക് നോക്കി വായിക്കണം. ഓക്കെ, അത് വേറൊന്നും കൊണ്ടല്ല, ഇവിടെ രാമചന്ദ്ര ഗുഹ മുതല് അതിനൊക്കെ ഒരുപാട് വർഷം മുന്നേ അങ്ങ് ലോകത്തിന്റെ ഏതൊക്കെയോ ഭാഗത്ത് അരിസ്റ്റോട്ടലിന്റെയും പ്ലേറ്റോയുടെയും കാലം മുതൽ ജീവിച്ചവരുണ്ടായിരുന്നു. അവരൊക്കെ രാഷ്ട്രീയത്തിനെ കുറിച്ചിട്ട് പറഞ്ഞ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. അല്ലാതെ ദയവ് ചെയ്ത് അസുഖം വരുമ്പോഴല്ലാതെ ക്യാപ്സ്യൂൾ കഴിക്കരുത് പ്ലീസ്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇനി കുറച്ച് രാഷ്ട്രീയം പറയണം. വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായങ്ങളുള്ള, വ്യത്യസ്ത രാഷ്ട്രീയ ചേരിയിൽ നിന്നുള്ളവർ റൈറ്റ്, ലെഫ്റ്റ്, സെന്റർ ലെഫ്റ്റ്, സെന്റർ റൈറ്റ് ഇവിടെ ഉണ്ടാവും. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. പ്യൂർ പൊളിറ്റിക്സ് ആണ്. ഗാന്ധിയും അംബേദ്കറും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. നേതാജിയും ഗാന്ധിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഗാന്ധിയും ഭഗത് സിംഗും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. എന്തിന് ഒരേ പാർട്ടിയിൽ നിന്നിട്ട് ഗാന്ധിയും നെഹ്റുവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇവർക്കെല്ലാം കോമൺ ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അക്കൗണ്ടബിലിറ്റി. ഇന്ന് സമാധാനപരമായി ഇവിടെ നിന്ന് സംഘടിച്ച് സമാധാനപരമായി ഇവിടെ സമരം ചെയ്യാൻ എത്തിയ നമ്മൾ ഓരോരുത്തരെയും ചിലപ്പോൾ ഗാന്ധി ഉണ്ടാകും. ഭരണഘടന എവിടെയോ കണ്ടു, ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഇവിടുത്തെ സിസ്റ്റത്തിൽ തന്നെ വിശ്വസിച്ച അംബേദ്കറുണ്ട്. എന്റെ സഹോദരൻ ഇൻകുലാബ് പിടിച്ചപ്പോൾ ഞാൻ ഒന്ന് ഓർത്തു പോട്ടെ, പണ്ട് ഭഗത് സിംഗ് തൂക്കുകയറിലേക്ക് നടന്നു നീങ്ങുമ്പോൾ തൂക്കുകയറിന് തൊട്ട് മുന്നേ അദ്ദേഹം ഇൻകുലാബ് വിളിച്ചതിനെ കുറിച്ച് പരിസരവാസികൾ പറഞ്ഞത് ജയിലറ വെട്ടി നിറച്ചു എന്നാണ്. നിന്റെ ഈ മാനവ വീട്ടിൽ നമ്മുടെ ഇൻകുലാബ് കൊണ്ട് വെട്ടി നിറച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നമ്മളിൽ ഭഗത് സിംഗുമുണ്ട്.